സ്വാഭാവികമായും ഞാൻ അധ്യക്ഷനായിട്ടുള്ള ജില്ലയിലാണ് താഴ്മൺ കുടുംബം നിൽക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ചെങ്ങന്നൂർ താലൂക്കിലെ തന്നെ നിയോജകമണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു കുടുംബത്തിലെ അംഗത്തെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവിക ഒരു ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ വന്നു എന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അങ്ങനെ പിന്തുണ അറിയിക്കേണ്ട ആള് ഞാനല്ലല്ലോ. അതിന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം അത് സംബന്ധിച്ച നിലപാടുകൾ പറയും. സ്വാഭാവികം ജില്ലാ അധ്യക്ഷൻ അല്ല, ഈ അറസ്റ്റ് സംബന്ധിച്ച് സ്വാഭാവികമായും അതിനകത്ത് ഏറെ സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ അഭിപ്രായം നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രവുമല്ല, ഇപ്പോ ഈ കാലയളവിൽ 3 ദേവസ്വം മന്ത്രിമാര് ഭരണത്തിലുണ്ടായിരുന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇപ്പൊ എം പി ആയ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, വാസവനുണ്ട്, മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3 മന്ത്രിമാർക്കില്ലാത്ത എന്തു ബാധ്യതയാണ്? അപ്പൊ മന്ത്രിമാർ പുറമേ നിൽക്കുന്നു, അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട്. അങ്ങനെ അടക്കമുള്ള ഇതുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാരുള്ളപ്പോൾ സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിരവധി പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവരാരെയും ബി.ജെ.പി നേതാക്കളൊന്നും തന്നെ സന്ദർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് തന്ത്രിയുടെ കുടുംബത്തെ മാത്രം? അല്ല, ഇവർ ചെങ്ങന്നൂരിൽ തന്ത്രിയുടെ കുടുംബം ഉള്ളതുകൊണ്ട് ഞാനിവിടെ എത്തി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിന് ബി.ജെ.പി നേതാക്കന്മാർ പോയി ഏകദേശം പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അതാണോ വേണ്ടത്? ഇത് രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത, അല്ല, ഇത് രാഷ്ട്രീയമൊന്നുമില്ലാത്തൊരു വീടാണിത്. ആ വീട്ടിൽ ഈ നാട് ഞങ്ങളുടെ നാടാണിത്. ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ സ്വാഭാവികമായിട്ട് ജില്ലാ അധ്യക്ഷതയിൽ ഞാനിവിടെ വരണ്ടേ? അല്ല, സ്വാഭാവികമായ അവർക്കെല്ലാം വിഷമത്തിലാണല്ലോ. കുടുംബ ഗൃഹനാഥനാണ് ഇത്രയും. അങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ്. കാരണം ആ മന്ത്രി അടക്കമുള്ളവരുണ്ട് ഈ കേസിൽ. ഫയലുകളിൽ ഒപ്പിട്ട മന്ത്രിയുണ്ട്, അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നത്? അപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് കടകംപള്ളി തന്നെ പറയുന്നു. അപ്പോ തന്ത്രിയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ട് ചാരിയിട്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയമുണ്ട്. കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടല്ലോ കുടുംബത്തിൽ. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും പേരുകളോ അങ്ങനെയുള്ള ആളുകളൊന്നും ഈ കേസിന്റെ ഒരു ഫ്രെയിമിലേക്ക് വരുന്ന പോലുമില്ല. അതിലാണ് ദുരൂഹത പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഹൈക്കോടതിയുടെ നമുക്കറിയാം, ദേവസ്വം ബെഞ്ചുള്ള ഒരു ഹൈക്കോടതിയാണ് കേരളത്തിൻ്റെത്. അപ്പോൾ ആ ദേവസ്വം ബെഞ്ചിന്റെ ചുമതലക്കാരുണ്ട്, ഹൈക്കോടതിയുടെ പ്രതിനിധി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിൽ ഉത്തരവാദികളല്ലേ സ്വാഭാവികമായും? അപ്പൊ ഇവരെയൊക്കെ ചെയ്യാതെ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് ശബരിമല യുവതീ പ്രവേശത്തെ എതിർത്ത ഒരാളാണ് ശ്രീമൻ രാജീവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികാര നടപടിയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായ ബന്ധങ്ങളെ പറ്റിയൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, കേസിന്റെ മെറിറ്റിനെ പറ്റി അല്ല. ഇതൊരു രാഷ്ട്രീയമായ ഒരു സംശയം ഇതിന്റെ പിന്നിലുണ്ട്. ആ രാഷ്ട്രീയമായ സംശയമാണ് ഞങ്ങൾ പറയുന്നത്. കേസിന്റെ മെറിറ്റ് കേസിന്റെ വഴിക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കേസിന്റെ മെറിറ്റ് പറയാൻ ഞാൻ ആളല്ലല്ലോ. അല്ല, ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI അന്വേഷണം ED കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായ അന്വേഷണങ്ങൾ വരട്ടെ, എല്ലാ ഏജൻസികളും എല്ലാവരും അന്വേഷിക്കട്ടെ, നിരപരാധികൾ വിട്ടയക്കപ്പെടട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ, അത് മാത്രമേ. അല്ല, ഇപ്പോഴും അങ്ങനെ നമുക്ക് പറയാൻ ആയിട്ടില്ലല്ലോ. കാര്യം കോടതിയുടെ അല്ല, ഞാൻ പറഞ്ഞില്ല, ആ അറസ്റ്റിനില്ല, അതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തിലാണ് സംശയം. സ്വാഭാവികമായും ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല? മന്ത്രി അറിയാതെ ദേവസ്വത്തിന്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിന്റ്മെന്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്ക് ആർക്കുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ.